എറണാകുളം നോർത്തിലെ മോക്ഷ സ്പായുടെ മറവിൽ നടന്ന അനാശാസ്യത്തിന് പൂട്ടിട്ട് പോലീസ്. 24 വാർത്ത കണ്ടതിനെ തുടർന്നാണ് നടപടിയെന്ന് പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. കോളേജ് വിദ്യാർത്ഥിനികളും വീട്ടമ്മമാരും അന്യസംസ്ഥാന യുവതികളും ഉൾപ്പെടെ നിരവധി പേരാണ് സെക്സ് റാക്കറ്റിൽപ്പെട്ടത്. ആളും മാരവും കൂടിയ കൊച്ചി നഗരത്തിൽ പെൺവാണിഭം എന്നത് പുതിയൊരു സംഭവമല്ല. എന്നാൽ വ്യാജ സർട്ടിഫിക്കറ്റുകളുടെയും ലൈസൻസുകളുടെയും മറയിൽ ഇവിടങ്ങളിൽ നടക്കുന്നത് കടുത്ത നിയമലംഘനമാണ്. ഇതേ തുടർന്നാണ് 24 വാർത്താ സംഘം ഈ വിഷയത്തിൽ വാർത്ത ചെയ്തത്. ആ വാർത്തയുടെ ചുവട് പിടിച്ച് ഇപ്പോൾ പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നു. ഇന്നലെ രാത്രിയാണ് എറണാകുളം നോർത്തിലെ മോക്ഷ യൂണിസെക്സ് ആയുർവേദിക് സ്പായിൽ തിരച്ചിൽ നടത്തിയത്. തിരച്ചിലിൽ സ്പായിൽ അനാശാസ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന യുവതികളും ലൈംഗിക ആവശ്യങ്ങൾക്കെത്തിയ യുവാക്കളും പിടിയിലായി. മോക്ഷയുടെ ഉടമയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. 24 കൊടുത്ത വാർത്തയെ തുടർന്നാണ് വ്യാപക അന്വേഷണം നടത്തിയതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. അപ്പോൾ ഈ കേസ് നമ്മൾ എടുത്തത് തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എൻക്വയറി നടത്തിയിട്ട് ശേഷമാണ് നമ്മൾ എടുത്തത്. നേരത്തെ ഇങ്ങനെ ഒരു നടക്കുന്നുണ്ട് എന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു 24 ചാനലിൽ യൂട്യൂബിലെ ഒരു വാർത്ത വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എൻക്വയറി നടത്തിയിട്ടുണ്ട്. ആ എൻക്വയറിയുടെ ബേസിസിലാണ് നമ്മൾ ഈ കുറേ കാര്യങ്ങൾ പുറത്തേക്ക് വന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും മറ്റ് സ്ഥാപനം റെയ്ഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആഴ്ചകൾക്ക് മുൻപ് 24 സംഘം വാർത്ത കൊടുത്തപ്പോൾ സെക്സ് റാക്കറ്റുകളിൽ നിന്ന് പലതരത്തിലുള്ള ഭീഷണികളും ഉണ്ടായിരുന്നു. മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള നിരവധി ചർച്ചകൾ ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. മലയാളിയുടെ ലൈംഗിക ആവശ്യങ്ങൾക്ക്, മലയാളിയുടെ ലൈംഗിക തൃഷ്ണകൾക്ക് ശമനമുണ്ടാകുവാൻ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം എന്ന് വാദിക്കുന്ന വലിയൊരു പക്ഷം ആളുകളുടെ എണ്ണം നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടുതലാണ്. പക്ഷേ ഇത്തരത്തിൽ നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ എന്ത് സുരക്ഷയാണുള്ളത്? അവിടെ ലൈംഗിക ആവശ്യങ്ങളുമായി എത്തുന്നവരുടെ കാര്യത്തിലായാലും അവിടെ ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിലായാലും ഇത്തരത്തിൽ അനാശാസ്യ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനങ്ങളെല്ലാം മറയാക്കുന്നത് മസാജിംഗ് സെന്ററുകൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റുകളും ലൈസൻസുമാണ്. നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉയരുമ്പോൾ വർഷങ്ങളായുള്ള ലൈസൻസ് എടുത്തുകാട്ടിയാണ് പ്രതിരോധം. Here you will get proper massage, okay? 1 hour. Like if you want body to body, they will do body to body. If you want normal massage, they will give normal massage for 1 hour. Is it safe? Yes. Is there any police interference? It's a license. License, Yeah. full license. Yeah. So it's not a problem. No, there is no problem. പോലീസ് ഊർജിത നടപടികൾ സ്വീകരിക്കുമ്പോഴും പല സ്പാകളിലും ഇപ്പോഴും അനാശാസ്യ പ്രവർത്തനം വ്യാപകമായി നടക്കുന്നു. ഇവർക്കെതിരെ വ്യക്തമായിട്ടുള്ള പരാതികൾ ഇല്ല എന്നത് പോലീസ് നേരിടുന്ന പ്രതിസന്ധിയാണ്. ഇത്തരം സ്ഥാപനങ്ങളിലെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും വേണ്ടത്ര സുരക്ഷ ഉറപ്പാക്കുന്നുണ്ടോ എന്ന കാര്യത്തെ സംബന്ധിച്ചും അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. അന്യസംസ്ഥാന യുവതികളും വീട്ടമ്മമാരും കോളേജ് വിദ്യാർത്ഥിനികളും അടക്കം നിരവധി പെൺകുട്ടികളാണ്, സ്ത്രീകളാണ് ഈ സെക്സ് റാക്കറ്റുകളുടെ വലയിൽ പെട്ടുകിടക്കുന്നത്. ഒരു റെയ്ഡ് കൊണ്ടൊന്നും തീരുന്നതല്ല ഈ പ്രശ്നം. ശാശ്വതമായ പരിഹാരം ഭാവിയിലെങ്കിലും ഉണ്ടാകട്ടെ. അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.